Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്തായാലും ഇത് കലക്കി. കാണാൻ നല്ല രസമുണ്ട്. സംശയമുണ്ടോ? അതെ, തിരക്കുണ്ട്. എല്ലാവരും ഒരുമിച്ച് നടക്കണേ. കൊച്ചളിയ, എനിക്ക് അതുപോലെ കുത്തമ്മിനാർ പിടിച്ചോണ്ട് ഫോട്ടോ എടുക്കണം. നീ ആ ക്യൂ കണ്ടില്ലേ? വെറുതെ സമയം കളയണ്ട, നമുക്ക് മുഴുവൻ കറങ്ങാനുള്ളതാ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്? എനിക്ക് ഇത് പഠിക്കണം. ഹണിയെ പറഞ്ഞ് മനസ്സിലാക്കിയതേ ഉള്ളൂ. അപ്പൊ നീ ഈ ടൈം വേസ്റ്റ് ആക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ കാർണിവൽ കാണാൻ വന്നത്, അല്ലാതെ സമൂസ ഉണ്ടാക്കാനല്ല. സംശയമുണ്ടോ? പഠിക്കണമെങ്കിൽ വേണ്ട, പക്ഷെ നമുക്ക് സമോസ കഴിക്കാമല്ലോ. കൊച്ചളിയ, സോർദാറിന് സമൂസ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ. നാക്ക് പൊള്ളിയതാ, ഇഷ്ടപ്പെട്ടതല്ലടാ. ഇത് ഞങ്ങളുടെ ടാലന്റിന്റെ പൈസയാണ് കൂട്ടുകാരെ. ഞങ്ങൾ പിച്ചെടുക്കുകയല്ല. ഞങ്ങൾ ചെയ്യുന്നത് ആരെങ്കിലും ചെയ്തു കാണിച്ചാൽ നിങ്ങൾ ഒരു കള്ളന് കൊടുക്കുന്ന ശിക്ഷ തന്നെ ഞങ്ങൾക്കും തന്നാൽ മതി. ഞങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രകടനം നടത്തുന്നത്. നിങ്ങൾ തരുന്ന പണം കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ജനങ്ങളെ കണ്ടാട്ടെ ഈ അത്ഭുത പ്രതിഭാസം. ഈ പ്രകടനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഓരോ ദിവസത്തിനുമുള്ള അന്നത്തിന്റെ പണമാണ്. കോപ്പട്ട് ചെയ്ത് കാണിക്കൂ. എന്തോന്ന്? ഞാനോ? എങ്ങനെ? നിങ്ങളുടെ ഈ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോടൊപ്പം ചേർന്ന് ജോലി ചെയ്യാം. അയ്യോ വേണ്ടേ, ഓഫറൊക്കെ പിന്നീട് മതി. ഇപ്പൊ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കെന്താ? എടാ പോപ്പട്ടെ, എന്ത് പണിയാ കാണിച്ചത്? ഇത് മൊത്തം കരിഞ്ഞു പോയല്ലോ. പറയൂ, നിങ്ങൾക്ക് എന്റെ ഓഫർ ഓക്കെയാണോ? ഓടിക്കോ, കാർണിവലിൽ കാളക്കൂട്ടം ഓടിക്കേറിയിട്ടുണ്ട്. ഓടിക്കോ, അയ്യോ അയ്യോ ഓടിക്കോ, അയ്യോ രക്ഷിക്കണേ, ഓടിക്കോ. അയ്യോ ഓടിക്കോ, രക്ഷിക്കണേ, അയ്യോ അയ്യോ ഓടിക്കോ. രക്ഷപ്പെട്ടോ. അയ്യോ, അവരൊക്കെ എവിടെ പോയി? ഹണി, ഹണി, സോർദാർ, പോപ്പട്ട്, ജോർദാർ, ബണി, ഹണി, സോർദാർ, പോപ്പട്ട്, കൊച്ചളിയ, ഹണി, ബണി, ബണി, സോർദാർ, പോപ്പട്ട്, ജോർദാർ, പോപ്പട്ട്, ബണി, ഹണി. ബണി. എന്റെ അനിയ, ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ. എന്റെ ദൈവമേ, ഇയാൾ ഇതുവരെ പോയില്ലേ? അയ്യോ. ബണി. വേറെ ആരോ ബണ്ണിയെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ബണ്ണിയെ കിട്ടും. എന്നാ പിന്നെ ഞാൻ സോർദാറിനെയും പോപ്പട്ടിനെയും അന്വേഷിക്കാം.
ഈഷ്, ശ്രദ്ധിക്കൂ, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. കറുത്ത നിക്കറും നീല ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. കണ്ടിട്ട് ഒരു വണ്ടിയെ പോലെ ഉണ്ട്. കറുത്ത മുടിയാണ്, കണ്ണ് തള്ളിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട്. ചുമന്ന നിക്കറും പച്ച ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. കാണാൻ തത്തയെ പോലെ ഉണ്ടാകും. കണ്ടു കിട്ടുന്നവർ ഉടനെ അറിയിക്കണം. അതെ, സാറിപ്പോ പറഞ്ഞു നിർത്തിയതല്ലേ ഉള്ളൂ കൊച്ചിനെ കണ്ടു കിട്ടിയെന്ന്. അതെ, കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും ഇന്നലെ കുട്ടിയെ കാണാനല്ലോ എന്ന് പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഇങ്ങനെ. ഈ കുട്ടിയെ കാണാതായിട്ടുണ്ടെങ്കിൽ കാണാതായിട്ടുണ്ടെന്നല്ലേ പറയേണ്ടത്. എന്ത് പോലീസുകാരനാ സാറ്, ഒരു കുട്ടിയെ കിട്ടിയിട്ട് അപ്പൊ തന്നെ കാണാണ്ടു ആയോ? ഈഷ്, എടാ, ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, ഒരു കുട്ടിയെ കാണാതായിട്ടുണ്ട്. രണ്ടും രണ്ട് കാര്യമാണ്, മനസ്സിലായോ? ബണ്ണി, സോർദാർ, പിന്നെ പോപ്പട്ടിനെ കാണാണ്ടായിട്ടുണ്ട്. ഈ കാണാതായത് 3 പേരെയല്ല, കാണാതായത് നിന്നെ മാത്രമാണ്. അതിന് എന്നെ എങ്ങനെയാ കാണാണ്ടായത്? ഞാനിപ്പോ സാറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈഷ്, നീ ഇവിടെ തന്നെ നിക്ക്. തെറ്റിപ്പറ്റിയത് എനിക്കാണ്. ഞാനേ ഇപ്പൊ തന്നെ അവരെ ഇങ്ങോട്ട് വിളിക്കാം. അയ്യോ, ഈഷ്, ആ പാട്ടൊന്ന് നിർത്തുന്നുണ്ടോ? അതിപ്പോ ഞാൻ നിർത്തിച്ചു തരാം. കേട്ടിട്ട് അവിടുന്ന് സൗണ്ട് വരുന്നത്. ഇവിടെ മുഴുവനും തിരക്കേണ്ടി വരും. ഈ മുക്കിലും മൂലയിലും ഇനി എവിടെ പോയി തിരക്കാനാ? എന്തായാലും ജോർദാറിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അവൻ ഏതെങ്കിലും ആഹാരം കഴിക്കുന്ന കടയിൽ തന്നെ കാണും. അയ്യോ, ഇവിടെയും ഇല്ലല്ലോ. അയ്യോ, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഇനി എവിടെ പോയാ അന്വേഷിക്കുക? ഞാൻ അന്വേഷിച്ച് തളർന്നു. നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ബണ്ണി, നോക്ക്, എത്ര നന്നായിട്ടാണ് റൊട്ടി ഉണ്ടാക്കുന്നത്. കണ്ടു. നീ വാ, നമുക്ക് ഹണിയെയും പോപ്പട്ടിനെയും കണ്ടുപിടിക്കാം. പക്ഷെ എങ്ങനെയാണ് അന്വേഷിക്കുക? ആദ്യം നമുക്ക് സർക്കസുകാരനെ കണ്ടുപിടിക്കാം. അവൻ പോപ്പന്റെ പുറകെ നടക്കുക, അവനെ കൊണ്ടുപോകാൻ. ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് മുകളിലൂടെ പോയി നോക്കിയിട്ട് വരാം. എടോ, താൻ പറയുന്നത് കേക്ക്. മുളക് കഴിച്ചത് കൊണ്ടാ ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് തന്നോടൊപ്പം ഒരിക്കലും ജോലി ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? അയ്യോ പ്ലീസ്. ആഹാ, അടിപൊളി. എനിക്ക് എന്റെ കൂട്ടുകാരെ കിട്ടി. ഓ, ആരെങ്കിലും ഇയാളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇയാളെന്റെ പുറകെ തന്നെ നടക്കുക. ചേട്ടാ, ചേട്ടൻ ഇവിടെ എന്തെടുക്കുക? ചേട്ടന്റെ ആൾക്കാർ അവിടെ ജനങ്ങൾ വളഞ്ഞിരിക്കുക. അഭ്യാസം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ കാശ് തിരികെ കൊടുക്കാനാ അവര് പറയുന്നേ. അയ്യോ, അങ്ങനെയോ? ഓ, അയ്യോ. എന്റെ അമ്മച്ചി, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ഇനി എനിക്ക് ഏതായാലും വീട്ടിലേക്ക് മടങ്ങാം. സംശയമുണ്ടോ? എടാ, അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. ഹണിയെ കാണാനില്ല. അവനെ ഉടൻ തന്നെ കണ്ടെത്തണം. ഹണിയെ കണ്ടുപിടിക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. അവനിപ്പോ താജ്മഹലും പിടിച്ചുകൊണ്ട് കാറിലിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാവും. സംശയമുണ്ടോ? ഹണി എവിടെയാണ്? ഹണി സാധാരണ കാണുന്നത് തേനീച്ച കൂട്ടിലാണ്. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ചാ പറഞ്ഞത്. അവനൊരു പൂച്ചയാ, പൂച്ച. ഇവിടെ ഒരു പൂച്ച വന്നിട്ടില്ല. പോവാൻ നോക്ക്. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. ഒരു ബൈക്കിൽ 5 പേരെ കയറ്റിയാൽ നിങ്ങളുടെ ലൈസൻസ് കട്ടാവും. സംശയമുണ്ടോ? എടോ, നിങ്ങളോടല്ലേ പോവാൻ പറഞ്ഞത്? അയ്യോ, ഒക്കെ അവിടെ നിന്ന്. പോപ്പട്ടെ, നീ പറഞ്ഞത് കള്ളമാണ്. ഹണി ഇവിടെ എങ്ങും തന്നെ ഇല്ല. ഹണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്രശ്നവും ഉണ്ടാവും. കാറിന് വല്ലിൽ എവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. അയ്യോ,
അയ്യോ. ഈ മ്യൂസിക് ഒന്ന് നിർത്ത്. എനിക്ക് അനൗൺസ്മെന്റ് ചെയ്യിക്കാനുള്ളതാ. വേഗം നിർത്താൻ. നല്ലൊരു ഡാൻസ് നടക്കുമ്പോൾ മ്യൂസിക് എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്? തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് ഈ മ്യൂസിക് നിർത്താൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങ് നിർത്തും. ഇതിപ്പോ എന്താ ചെയ്യാ? ഇതൊന്നും നിക്കുന്നില്ലല്ലോ. എടോ എടോ എടോ, താൻ എന്താണോ ഈ കാണിക്കുന്നേ? ദേ നോക്ക്, ഹണി അവിടെ തന്നെ കാണും. സംശയമുണ്ടോ? എടോ, അളിയാ ഹണി. എന്നെ വിട്, എന്നെ വിട്. എനിക്ക് ചെന്നിട്ട് വേണം അനൗൺസ്മെന്റ് ചെയ്യിക്കാനായിട്ട്. ഇൻസ്പെക്ടർ പാണ്ട, ദേ മ്യൂസിക് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അനൗൺസ്മെന്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈഷ്, ഇപ്പൊ അനൗൺസ്മെന്റ് ചെയ്യേണ്ട കാര്യം എന്താണുള്ളത്? അനൗൺസ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ എന്നെ കൊണ്ട് വെറുതെ മ്യൂസിക് നിർത്തിച്ചത്. ഈഷ്, ആ സമയത്ത് ഇവരെ ഒന്നും കാണില്ലായിരുന്നു. ഇപ്പോൾ നിന്റെ കൂട്ടുകാർ നിന്നോടൊപ്പം തന്നെ ഉണ്ടല്ലോ. അഥവാ വീണ്ടും കാണാതായാലും എന്താ ചെയ്യാ? ആൾക്കാരെ ഇടക്കിടക്ക് കാണാണ്ടാവില്ലേ? ഏതായാലും സാറിന് അനൗൺസ്മെന്റ് ചെയ്തേക്ക്. ഈഷ്, ഇത് മാത്രം പോരാ, മുഴുവനായിട്ട് അനൗൺസ്മെന്റ് ചെയ്യേ. ഈഷ്, ശ്രദ്ധിച്ചു കേൾക്കൂ. ഇൻസ്പെക്ടർ പാണ്ഡെ മേളയിൽ നിന്നും കാണാതിരിക്കുകയാണ്. ആരെങ്കിലും കണ്ടെത്തിയാൽ അണിയോട് മാത്രം പറഞ്ഞേക്കരുത്. അയ്യോ, രക്ഷപ്പെട്ട്.